മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, കൃഷി ആകെ നശിച്ചിരിക്കുക. നിങ്ങൾക്കെല്ലാം അറിയാം. ഒരു കണക്കും ഇതുവരെ എടുത്തിട്ടില്ല. വെറുതെ മനസ്സിൽ കൂട്ടി കണക്കാ പറയുന്നത്. മുമ്പ് എങ്ങനെയായിരുന്നു? ജില്ലയ്ക്ക് പുറത്തു നിന്നുൾപ്പെടെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തും. എല്ലാ വകുപ്പിൻ്റെയും പ്രധാനപ്പെട്ട ഓഫീസർമാർ ഇവിടെ ക്യാമ്പ് ചെയ്യും. ആ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളുടെ കണക്കെടുപ്പ് നടത്തും. ഈ പാവപ്പെട്ടവൻ ഇനി അപേക്ഷയായിട്ട് പോകുമ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? FIR ഇട്ടിട്ടില്ലല്ലോ, അന്ന് FIR ഇട്ടിട്ടില്ലല്ലോ എന്നതായിരിക്കും നഷ്ടപരിഹാരത്തിന് പറയാൻ പോകുന്നത്. നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ ഇതിന്റെ കണക്കെടുക്കണം. ഒരു കൃഷി ഓഫീസിലും കൃഷി ഓഫീസർമാരില്ല പലയിടത്തും. അപ്പൊ ആ നിലയിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ എന്നെ പങ്കെടുപ്പിക്കാതിരുന്നത്, എന്നെ അറിയിക്കാതിരുന്നത്. അപ്പൊ ഇത് ഒരു തരത്തിലും ശരിയല്ല. ജനങ്ങളോട് വെല്ലുവിളിയല്ലേ ഉയർത്തുന്നത്? ജനങ്ങളെ അങ്ങേയറ്റം വെല്ലുവിളിക്കുകയല്ലേ? കോന്നിയിലെ വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാരെ ഉൾപ്പെടെ അപമാനിക്കുകയല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പം രാജു അബ്രഹാം നമുക്കറിയാം, തൊട്ടടുത്ത ദിവസം തന്നെ ഇതിന്റെ യഥാർത്ഥ കാരണം പറഞ്ഞു. എന്താ അദ്ദേഹം പറയാൻ കാരണം? ഇനിയും ഇത് ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. 2018 റാന്നിയിലെ ഉൾപ്പെടെ കടകളിലെല്ലാം വെള്ളം കയറി. 2026 വരെ പിന്നീട് വെള്ളം കയറിയിട്ടില്ല. എന്താ കാരണം? ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച മുൻകരുതലുകളുണ്ട്. ഈ തവണ എന്തെങ്കിലും മുൻകരുതൽ സ്വീകരിച്ചോ? നിങ്ങൾ തന്നെ പറ. റെഡ് അലേർട്ടാണ് എന്ന വിവരം നിങ്ങളെങ്കിലും അറിഞ്ഞിരുന്നോ? അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ സാധാരണഗതിയിൽ പമ്പയാറ്റിൽ സാധാരണഗതിയിൽ 200 ക്യൂമിക്സ് വെള്ളമാണ് പെർ സെക്കൻഡിൽ അതുവഴി ഒഴുകിപ്പോകുന്നത്. അന്നേ ദിവസം ഇവർ തന്നെ പറയുന്നു 1500 ക്യൂമിക്സ് വെള്ളം പെർ സെക്കൻഡിൽ ഒഴുകിപ്പോയി. എങ്ങനെ ഒഴുകിപ്പോയി? നമ്മൾ സ്വീകരിക്കുന്ന മുൻകരുതൽ എന്താ? ഇങ്ങനെ അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് വിവരം കിട്ടുമ്പോഴേ കാരികയമാവട്ടെ, അള്ളുങ്കലാവട്ടെ, മൂഴിയാർ ഉൾപ്പെടെയുള്ള അണക്കെട്ടിൽ സംഭരണശേഷി കൂട്ടും. എങ്ങനെ? വെള്ളം പകല് ഒഴുക്കിവിടും. ഡാം തുറന്ന വെള്ളം ഒഴുക്കിവിടും. എല്ലാ മുൻകരുതലും സ്വീകരിച്ചുകൊണ്ട് ഒഴുകിവിടും. മഴ വരുന്ന സമയത്ത് ഈ വെള്ളം അവിടെ കരുതി വെക്കാൻ കഴിയും. അതിനുള്ള ശേഷി ഡാമിന് ഉണ്ടാക്കും. അന്നുണ്ടായത് എങ്ങനെ? മലയാള മനോരമയുടെ വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നു, മൂഴിയാർ ഡാം അന്നേ ദിവസം 31-ാം തീയതി 12:25 ഓപ്പൺ ചെയ്തു. എപ്പോഴാ? അതിശക്തമായ മഴ പെയ്യുന്ന സമയം. 12:25 ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെല്ലാം കരുതലുകൾ സ്വീകരിക്കണം? ആ ഡാമുമായി അഫക്റ്റ് ചെയ്യുന്ന ഏരിയയിലെ ജനങ്ങൾക്കറിയാം. എന്താ? ഒക്കെ സ്ഥലത്ത് സൈറൻ വെച്ചിട്ടുണ്ട്. കേവലം ആ സൈറനെങ്കിലും ഒന്ന് അടിക്കണ്ടേ? ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ ഡാം ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോൾ എന്താ സ്ഥിതി? പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊന്നും ഇല്ല. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോലും, ഡാം സേഫ്റ്റിയുടെ 7 ഡാമുകളുടെ ചുമതലയുള്ള ഡാം സേഫ്റ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിൽ പോലും അന്ന് ആളില്ല. അവസാനം ഒരാളെ കിട്ടി, ഒരു AE. അദ്ദേഹം പറഞ്ഞു, സാറ് സയറിനെല്ലാം വയറെല്ലാം കട്ടായി കിടക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത് മാധ്യമങ്ങളെ അറിയിക്കണം, സോഷ്യൽ മീഡിയയിൽ അറിയിക്കണം, അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം, മറ്റു പല വകുപ്പുകളെ അറിയിക്കണം, അവർ അനൗൺസ്മെന്റ് ചെയ്യണം. അങ്ങനെയൊക്കെയാ. 12:25 മൂഴിയാർ ഡാം തുറക്കുന്നു. മൂഴിയാർ ഡാമിലെ വെള്ളം വരുന്നു. കക്കാട് പൗറോസ് ഓഫ് ചെയ്യുന്നില്ല. കക്കാട് പൗറോസിൽ അവിടെ നിന്ന് ജലം ഉത്പാദിപ്പിച്ച് അവിടെ നിന്നും വെള്ളം ഈ സമയത്ത് തന്നെ പുറത്തേക്ക് വിടുന്നു. അള്ളുങ്കൽ ഡാം 1:30 തുറക്കേണ്ടി വരുന്നു. തുറക്കാൻ കാരണം എന്താ?
മൂഴിയാറിലെ വെള്ളം അള്ളുങ്കലെത്തി. അതിനുശേഷമോ 2:20 കാരികയൻ ഡാം തുറക്കേണ്ടി വരുന്നു. അള്ളുങ്കൽ ഡാമിന്റെ 6 ഷട്ടറുകൾ തുറന്നു, കാരികയം ഡാമിന്റെ 7 ഷട്ടറുകൾ തുറന്നു, മൂഴിയാർ ഡാമിന്റെ 3 ഷട്ടറും തുറന്നു. അപ്പൊ അങ്ങനെ ഷട്ടർ തുറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇദ്ദേഹം പറയുന്നത്, ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു, ചെറിയ ഡാമാണ്. ഡാം ചെറുതോ വലുതോ എന്നുള്ളതല്ല പ്രശ്നം. ഈ ഷട്ടറുകളെല്ലാം തുറക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന വെള്ളത്തിന്റെ അളവാണ് പ്രശ്നം. എനിക്ക് മാത്രമല്ലല്ലോ, നിങ്ങൾക്കും അന്വേഷിക്കാൻ മാർഗങ്ങളുണ്ടല്ലോ, നിങ്ങൾ അന്വേഷിക്കേ. 750 ക്യൂബിക് വെള്ളമാണ് കാരികയം ഡാമിൽ നിന്നും ഒരു സെക്കൻഡിൽ അന്നേ ദിവസം പുറത്തേക്ക് പോയത്. പിന്നീട് പമ്പയാറ്റിലെ വെള്ളവും കല്ലാറിലെ വെള്ളവും മണിയാറിൽ നിന്നും പെരുന്നാട്ടിൽ നിന്നും വടശ്ശേരിക്കരയിൽ നിന്നുമെല്ലാം ഇത് എല്ലാം കൂടി ചേർന്ന് 1500 ക്യൂബിക്സ് വെള്ളമാണ് എത്ര മണിക്കാണ് എത്തിയത്? റാന്നി ഉപാസനക്കടവിൽ വെള്ളം കയറുന്നത് രാവിലെ 3:50. അപ്പൊ ഈ തുറന്നുവിട്ട ഈ സമയവും ഇതുമെല്ലാം കൂടി എടുത്ത് പരിശോധിച്ചാൽ മതി. അത് ആ പ്രളയം അത് ഇവർ സ്പോൺസർ ചെയ്തല്ലേ? അത് പറഞ്ഞതിന് പേരിൽ രാജു എബ്രഹാമിനെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും എല്ലാം അപവാദങ്ങൾ പ്രചരിപ്പിക്കുക, സൈബർ അറ്റാക്ക് അദ്ദേഹത്തിനെതിരെ നടത്തുക. ഇത് ഞങ്ങൾ പറയണ്ടേ? ഞാൻ ചോദിച്ചു, ഇത് ഞങ്ങൾ പറയണ്ടേ? ഞങ്ങളല്ലാതെ ആര് പറയും? ഞങ്ങൾ പറയുന്നത് എന്തിനാ? ഇതിനി ഭാവിയിൽ ആവർത്തിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ്. ഈ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഭാവിയിൽ ആവർത്തിക്കപ്പെടരുത്. എത്രമാത്രം നിശ്ചയിക്കാൻ കഴിയുമോ? റാന്നിയിലെ കടക്കാരുടെ നഷ്ടം നിശ്ചയിക്കാൻ കഴിയുമോ? ഞാൻ ഒരു സർവീസ് സെന്ററിൽ കിടന്ന വാഹനം എടുത്ത് കണക്ക് 10-25ഓളം വാഹനം മുഴുവൻ വെള്ളത്തിൽ നശിച്ചില്ലേ? കടകളെല്ലാം തകർന്നില്ലേ? ഇങ്ങനെ കാട്ടുന്ന ഈ ഇത്തരം നെറികേടിൻ്റെ എല്ലാം തെറ്റുകളുടെ എല്ലാം ഉത്തരവാദിത്വം ആ പാവപ്പെട്ട കച്ചവടക്കാർ ഏറ്റെടുക്കണോ? സ്വതന്ത്രമായ സമഗ്രമായ ഒരു അന്വേഷണം ഇത് സംബന്ധിച്ചുണ്ടാവണം. ഈ പറയുന്ന ഡാം തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ടും ഈ പ്രളയത്തിനും സംബന്ധിച്ച് ആരാണ് ഉത്തരവാദി? സ്വതന്ത്രവും സമഗ്രവുമായ ഒരു അന്വേഷണം ഉണ്ടാവണം. അതുണ്ടാവേണ്ടത് ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 18 വെള്ളം കയറി രക്ഷപ്പെട്ടവരെ പിന്നെയും ഈ അവസ്ഥയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന് ഉള്ള ഒരു പ്രവർത്തനം ഉണ്ടാവണം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നതെല്ലാം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നാടകങ്ങളാണ്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നാടകങ്ങളാണ്. നിങ്ങൾ കണ്ടില്ലേ? ഇപ്പോൾ ആറന്മുളയിൽ അതായിരുന്നു ഷോ എങ്കിൽ നേരെ റാന്നിയിൽ ചെന്ന അടുത്ത ഷോ പാവങ്ങളെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, KPCC പ്രസിഡന്റ് അല്ലല്ലോ, സകലമാന കോൺഗ്രസ് നേതാക്കന്മാരെയും വിളിച്ചു നിർത്തി എന്നിട്ട് അപേക്ഷ സ്വീകരിക്കുക. ബഹുമാനപ്പെട്ട ജില്ലാ ദുരന്ത നിവാരണത്തിന്റെ ചെയർമാൻ ജില്ലാ കളക്ടർക്ക് 7 അയലത്ത് അവിടെ എത്താൻ വേണ്ടി കഴിയുന്നില്ല. കാരണം അത്രമാത്രം ഇടിയാ. അതെല്ലായിടത്തും ഇത് തന്നെയാ സ്ഥിതി. ഇങ്ങനെ വേണോ, ഇതാണോ എന്ന് ജനം വിലയിരുത്തട്ടെ. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങേയറ്റം മോശപ്പെട്ട സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അന്ന് ഹെലികോപ്റ്ററിൽ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടത്ത് സൈഡിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. ഒരു ദുരന്ത മുഖത്ത് നമ്മൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനെയല്ല നടപടികൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇത് തിരുത്താൻ ഇനിയെങ്കിലും ഇത് തിരുത്തുന്നതിനു വേണ്ടി കോൺഗ്രസ്
കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും തയ്യാറാവണം. ഇനിയെങ്കിലും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഇവിടെ ഉണ്ടല്ലോ, ഇനിയെങ്കിലും അദ്ദേഹം ഈ കോന്നിയിലെ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി തയ്യാറാവണം. ഇതാണ് സൂചിപ്പിക്കാനുള്ളത്.